കടുവാഭീതിയിൽ വിറങ്ങലിച്ച പഞ്ചാരക്കൊല്ലി നിവാസികൾക്കൊടുവിൽ ആശ്വാസമായിരിക്കുന്നു. നാടിനെ വിറപ്പിച്ച ആളെക്കൊല്ലി കടുവ ചത്തു. പിലാക്കാവിന് സമീപത്ത് നിന്നാണ് ഏകദേശം 7 വയസ്സ് പ്രായം കണക്കാക്കുന്ന പെൺകടുവയുടെ ജഡം ദൗത്യസംഘം കണ്ടെത്തിയത്. ഇതോടെ മാനന്തവാടി മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും പിൻവലിച്ചു. ഇന്ന് രാവിലെ പിലാക്കാവ് 3 റോഡ് ഭാഗത്ത് നിന്നാണ് കടുവയെ ചത്ത നിലയിൽ ദൗത്യസംഘം കണ്ടെത്തുന്നത്. പക്ഷേ അതിനു മുൻപ് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഈ ദൗത്യസംഘം ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ കടുവയ്ക്ക് പിന്നാലെയുണ്ടായിരുന്നു. രാത്രി 12:30യോടെയാണ് ഈ 3 റോഡ് ഭാഗത്തെ വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഉടൻ ദൗത്യസംഘം അവിടെ എത്തി. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 മണിവരെ ഈ ദൗത്യസംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ കടുവയുണ്ടായിരുന്നു. പിന്നീട് രാവിലെ ദൗത്യസംഘം ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുമ്പോഴാണ് കടുവയുടെ ജഡം കണ്ടെത്തുന്നത്. മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഈ കടുവ ചത്ത വിവരം ലോകം മുഴുവൻ അറിയുന്നതും ആ ദൃശ്യങ്ങൾ ആദ്യമായി കാണിച്ചതും മാതൃഭൂമി ന്യൂസ് തന്നെയാണ്. നമ്മൾ രാവിലെ പിലാക്കാവിലെത്തി അവിടെ നിന്ന് ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഗേറ്റിലേക്ക് വരുമ്പോഴാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വിവരം നമുക്ക് ലഭിക്കുന്നതും അത് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നതും. അതിന് പിന്നാലെ ആ സമയത്ത് തന്നെ ഏതാണ്ട് ദൃശ്യങ്ങളും ഷമീർ മച്ചിങ്ങലിൻ്റെ ക്യാമറയിലൂടെയാണ് ലോകം മുഴുവൻ ആദ്യത്തെ ദൃശ്യങ്ങൾ കണ്ടത്. പിന്നീട് ഈ കടുവയുടെ ജഡം ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. വനംവകുപ്പിൻ്റെ ബേസ് ക്യാമ്പിൽ വെച്ച ബയോളജിസ്റ്റ് വിഷ്ണു ആണ് ഔദ്യോഗികമായി ചത്തത് നേരത്തെ രാധയെ ആക്രമിച്ച കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ക്യാമറ ട്രാപ്പിൽ ലഭിച്ച ചിത്രവുമായി ഒത്തുനോക്കി കടുവയുടെ സ്ട്രൈപ്സ്, അതായത് കടുവയുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്ന ദേഹത്തെ വരകൾ, മുഖത്തെയും ദേഹത്തെയും വരകൾ ഒത്തുനോക്കിയാണ് വിഷ്ണു ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു. കടുവയുടെ ഇമേജ് ലഭിച്ചു. ആ ഇമേജ് ഇപ്പൊ നമ്മൾ ഇവിടെ ID ചെയ്യാണ്. ഇതാണ് ഏറ്റവും പ്രധാന ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് വന്നത്. അത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ സ്ട്രൈപ്പ് പാറ്റേൺ പരിശോധിച്ചതിൽ നിന്നും 24-ാം തീയതി അക്രമം ഉണ്ടാക്കിയ അതേ കടുവ തന്നെയാണ് നമുക്കിപ്പോൾ ഡെഡായിട്ട് കിട്ടിയെന്ന് ഉറപ്പായിട്ടുള്ളതാണ്. തൊട്ടു പിന്നാലെ നോർത്തേൺ സർക്കിൾ CCF KS ദീപയും കൂടുതൽ വിവരങ്ങൾ നമ്മളെ അറിയിച്ചു. അവരും പറഞ്ഞത് അതേ കടുവ തന്നെയാണ്. അവിടെ ഉണ്ടായ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ CCF ആ സമയത്ത് വിശദീകരിച്ചു. ഒരു 2:30 ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പാരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. കടുവയുടെ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ തന്നെ ദേഹത്തെ മുറിവുകൾ, ചോരപ്പാടുകളൊക്കെ നമ്മൾ കണ്ടു, പ്രേക്ഷകരും കണ്ടു. അപ്പോഴെല്ലാവർക്കും ഉണ്ടായിരുന്നൊരു സംശയം കടുവയ്ക്ക് വെടിയേറ്റിരുന്നു എന്നാണ്. കാരണം ഇന്നലെ ദൗത്യസംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായപ്പോൾ വെടിവെക്കാൻ ശ്രമിച്ചു എന്ന് ദൗത്യസംഘം പറഞ്ഞിരുന്നു, കൊണ്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സംശയമൊക്കെ ഉയർന്നിരുന്നു. എങ്ങനെയാണ് കടുവ ചത്തതെന്ന സംശയം ഉയർന്നിരുന്നു. എല്ലാവരും കാത്തിരുന്നത് ഡോക്ടർ അരുൺ സക്രിയുടെ വാക്കുകൾക്കായാണ്. അദ്ദേഹം അധികം വൈകാതെ തന്നെ അക്കാര്യങ്ങൾ വിശദീകരിച്ചു. കടുവയെ വെടിവെച്ചിട്ടില്ല, അങ്ങനെയൊരു സംഭവമില്ല. കടുവയുടെ ദേഹത്തുണ്ടായ മുറിവുകൾ ദിവസങ്ങൾക്ക് മുൻപ് കാടിനകത്ത് വെച്ച മറ്റൊരു കടുവയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലുണ്ടായതാകാം. കഴുത്തിലടക്കം ആഴമുള്ള മുറിവുകളുണ്ട്. അത് പഴക്കമുള്ള മുറിവുകളാണ്. അതാകാം മരണകാരണം. നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് രാത്രി ആയിട്ട് നടന്നില്ല. മോർണിംഗ് നമ്മൾ ഫർദർ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെത്തായിട്ട് കണ്ടു. നല്ല ഫൈറ്റ് കൊണ്ടുണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്. എന്തായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു പഞ്ചാരക്കൊല്ലിയിലേത്. ഈ പിലാക്കാവിലെയും പഞ്ചാരക്കൊല്ലിയിലെയും ഭൂപ്രകൃതിയും വളരെ ദുർഘടമായിരുന്നു. ആ ദൗത്യത്തിനൊക്കെ ഒടുവിൽ എന്തായാലും കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. അങ്ങനെ ആ ദൗത്യം അവസാനിച്ചു. നാട്ടുകാർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ തന്നെ അതിനൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.